ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ചെറിയ മക്കളുടെ അടുത്ത് ഇത് കൊടുത്തയക്കുന്നത്. അഥവാ KG ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വകതിരി പോലും എത്താത്ത ചെറിയ മക്കളുടെ അടുത്ത് ഇത് ഇന്ന വീട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തയക്കുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മക്കളുടെ അടുത്ത് കൊടുത്തയക്കുകയാണെങ്കിൽ തന്നെ വകതിരിവെത്തിയ ഒരു പക്വതയുള്ള കുട്ടികളുടെ അടുത്ത് കൊടുത്തയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ആരെടുത്ത് കൊടുത്തയച്ചാലും, പക്വതയുള്ള കുട്ടികളാകട്ടെ മുതിർന്ന ഒരാളെടുത്ത് കൊടുത്തയച്ചാലും അതവിടെ എത്തി എൻ്റെ സക്കാത്ത് വീടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കാണ്. അത് അയാളുടെ അങ്ങ് കൊടുത്തയച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ബാധ്യത തീരുന്നില്ല. കാരണം അത് നമ്മൾ തന്നെ കൊടുത്ത് വീട്ടേണ്ട ബാധ്യതയാണ്. അത് മറ്റൊരാളടുത്ത് നമ്മൾ കൊടുത്തയക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതവിടെ എത്തിയിട്ടുണ്ട്, എൻ്റെ സക്കാത്ത് വീടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഈ കുട്ടികളുടെ അടുത്തൊക്കെ കൊടുത്തയച്ചാൽ ചിലപ്പോൾ അവർ അത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലൊക്കെ കണ്ട് അങ്ങനെ കൂട്ടം കൂടി അവർ കടയിൽ പോയി മിഠായിയൊക്കെ വാങ്ങി ചിലപ്പോൾ ആ കൊടുത്തയച്ച അരി ആ കടയുടെ അവിടെ ആ വരാന്തയിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നിട്ടുണ്ടാവും. നമ്മളത് കൊടുത്തോല്ലെന്ന് ഉറപ്പാക്കാതെ നമ്മളും ആ കാര്യം മറന്നു, മക്കളും തന്നെ ആ വിഷയം മറന്നു. അതോടുകൂടെ അവിടെ സംഭവിച്ചത് വലിയൊരു വിപത്താണ്. അഥവാ നമ്മുടെ സക്കാത്ത് വീടിയിട്ടില്ല. അത് നമ്മൾ നാളെ ഖബറിലെത്തുമ്പോൾ ചോദ്യം ഉണ്ടാവും. നാളെ ആഖിറത്തിലൊക്കെ അതിന്റെ ഭയാനകമായ അവസ്ഥകൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവായി കിട്ടാൻ ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എത്ര തൂക്കമാണ്, എത്ര കിലോ ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്ന പലരുണ്ട്. ഇതിലൊരിക്കലും കിലോ കണക്ക് പറയാൻ നമുക്ക് കഴിയൂല. കാരണം ഒരു സ്വാ എന്ന് പറഞ്ഞാൽ അത് അളവാണ്. അതിപ്പോൾ നമ്മൾ 10-17ഓളം അരികൾ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ കടകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഓരോ അരിയും വ്യത്യസ്ത തൂക്കങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ റെയിൻബോ അരി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്വാ എടുത്താൽ, നമുക്കൊക്കെ പരിചയമുള്ള റെയിൻബോ അരി ഒരു സ്വാ എടുത്ത് തൂക്കിയാൽ ഏകദേശം 2.5 കിലോന്റെ താഴെ വരും. 2 കിലോയും 460 ഗ്രാമാണ് ഏകദേശം അതിന്റെ ഒരു സ്വാഴിന്റെ കിലോ കണക്കിലുള്ള തൂക്കം വരുന്നത്. ഇനി നമ്മളൊക്കെ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്ന പൊന്നി അരി, അതുപോലെ തന്നെ ജോക്കർ, കൈമ ഇങ്ങനെ തുടങ്ങിയ അരികളൊക്കെ 2,570 വരും. അപ്പോൾ 2.5 കിലോയുടെ മുകളിൽ വന്നു. ഇനി ഏറ്റവും കനം തൂങ്ങുന്ന അരിയാണ് ഉഴുക്കലരി എന്ന് പറയുന്ന അരി. പല നാട്ടിലും പല പേരായിരിക്കാം. ഏതായാലും അത് ഒരു സ്വാ എടുത്ത് നമ്മൾ തൂക്കിയാൽ, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആ കണക്കെടുത്ത് നമ്മൾ തൂക്കിയാൽ 2 കിലോയും 900 ഗ്രാമും വരും. അഥവാ 3 കിലോക്ക് 100 ഗ്രാമിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അരിയുടെ കനത്തിനനുസരിച്ച് ഒരു സ്വാ തന്നെയാണെങ്കിലും വ്യത്യസ്തമായ തൂക്കങ്ങളാണ് വരിക എന്ന് ചുരുക്കം. അപ്പൊ അതാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, കിലോയിൽ കൊടുക്കുകയാണെങ്കിൽ 3 കിലോ പൂർത്തീകരിച്ചു കൊടുത്താൽ വസ്വാസ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അതല്ലെങ്കിൽ മുദ്ദിന്റെ പാത്രമുണ്ട്, അതിൽ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ മുദ്ദുപാത്രം വടിച്ച് കുഴിയാക്കി ഇങ്ങനെ വടിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ അളവിൽ മാറ്റം വരും. മറിച്ച് മുദ്ദുപാത്രം നിറക്കുമ്പോൾ കുറച്ചൊരു കൂന പോലെ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോഴും ഈ പറയുന്നത് പോലെ നമുക്ക് വസ്വാസ് ഇല്ലാതെ പൂർണ്ണാർത്ഥത്തിൽ അത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ കുട്ടികളടുത്ത് നമ്മൾ കൊടുത്തയക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവരാ വീട്ടിലെ സിറ്റ് ഔട്ടിലോ അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കസേരയിലോ ഒക്കെ വെച്ചിട്ടും കൊണ്ട് തിരിച്ചു പോന്നാൽ ഒരിക്കലും ഫിത്ർ സക്കാത്ത് വീടൂല. അത് ആ വീട്ടുകാർക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന രൂപത്തിൽ തന്നെ അത് കൊടുക്കേണ്ടതാണ്. അതല്ലാതെ ഇപ്പൊ പള്ളിയിൽ ഉസ്താദുമാർക്കൊക്കെ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയുടെ വരാന്തയിൽ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് അവസാനം കമ്മിറ്റിക്കാർ പറയണം അതൊക്കെ ഉസ്താദിനുള്ള ഫിത്ർ സക്കാത്താണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫിത്ർ സക്കാത്ത് അല്ല. നമ്മുടെ ഫിത്ർ സക്കാത്ത് അതുകൊണ്ട് വീടുമില്ല. മറിച്ച് ആർക്കാണോ നൽകുന്നത് അയാൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ഉത്തമമായ സമയം ശവ്വാൽ മാസപ്പിറവി കണ്ട്, അതല്ലെങ്കിൽ ശവ്വാൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത് മുതൽ ആ മഹല്ലിലെ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് വരെയാണ്. അതിന്റെ മുമ്പ് കൊടുക്കലാണ്. അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൊടുത്ത് ശരിയാക്കി പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് വരാനുണ്ട്, അവർക്ക് കൊടുക്കണം എന്ന് നിയത്താക്കി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അവരെത്തും എന്നുണ്ടെങ്കിൽ മാത്രം ബന്ധിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കറാഹത്ത് വരും. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസവും കഴിഞ്ഞു ബന്ധിക്കുക, അഥവാ പെരുന്നാൾ ദിവസത്തിന്റെ ആ മഗ്‌രിബും കഴിഞ്ഞു എന്നിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഹറാമാണ്. ഇനി ഒരാൾ വല്ല കാരണവശാലും മറന്നിട്ടോ അതല്ലെങ്കിൽ അവകാശികളെ കിട്ടാതെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന അരി വാങ്ങാൻ കിട്ടാതെയോ അതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ വന്നാൽ തന്നെയും ആ കാരണം അങ്ങ് നീങ്ങി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ ഉടനെ കൊടുത്തുവിട്ടൽ നിർബന്ധമാണ്. ഇപ്പൊ മറന്നുപോയതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാരിവിനേശാണ് ഓർമ്മ വരെ ഞാൻ എൻ്റെ അരി കൊടുത്തിട്ടില്ലല്ലോ, എന്നാൽ ഉടനെ അത് കൊടുത്ത് വീട്ടൽ നിർബന്ധമാണ്. ഏതായാലും ഇനി സമയം കഴിഞ്ഞു, ഇനി കൊടുക്കണ്ട എന്ന് ചിന്തിക്കേണ്ട. അത് നമ്മുടെ തലയിൽ ഒരു ബാധ്യതയായി ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒന്നാണ് അയൽവാസികൾക്കൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് ആരെങ്കിലും അരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് തിരിച്ചും കൊടുക്കുക. അങ്ങനെയല്ല ഫിത്ർ സക്കാത്തിന്റെ രൂപം. മറിച്ച് അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ എല്ലാവർക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കാനല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. അഥവാ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവകാശികളായിട്ടൊരു 5 വിഭാഗം ആളുകളെങ്കിലും നമുക്ക് കിട്ടും. അഥവാ ഫക്കീർ, മിസ്കീന്, പുതു ഇസ്ലാമി, പിന്നെ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ ആള്, ഹലാലായ യാത്രകൾ ചെയ്യുന്ന ആള്. ഇങ്ങനെ 5 വിഭാഗമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന അവകാശികൾ. അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ അയൽവാസി അരി കൊണ്ടുവന്ന് വന്നു,
നമ്മൾ കുറച്ച് അരി എടുത്തിട്ട് അവർക്കും കൊടുത്തു, അവർ ഈ പറഞ്ഞ 5 വിഭാഗത്തിൽ പെട്ടതല്ലെങ്കിൽ നമ്മുടെ സക്കാത്ത് വീടൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇങ്ങനെ പരക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ഓരോ കുടുംബത്തെയും അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ഇനിയിപ്പോ ചോദിക്കുന്നവരുണ്ട്, ഈ അരി ഉത്തരേന്ത്യയിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? അവിടെ ഒരുപാട് പാവങ്ങളുണ്ടല്ലോ. അഥവാ ഷാഫിഈ മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എവിടെയാണോ ഉള്ളത് ഇത് ശരീരത്തിന്റെ സക്കാത്താണ്. അപ്പൊ നമ്മുടെ ഈ ശരീരം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടം എവിടെയാണോ നടക്കുന്നത് ആ നാട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണമെങ്കിൽ അത് ഫിത്ർ സക്കാത്തിന് അപ്പുറത്തുള്ള മറ്റു സുന്നത്തായ ദാനധർമ്മങ്ങളായിട്ട് കൊടുക്കുക. ഫിത്ർ സക്കാത്തിന്റെ ഈ പറഞ്ഞ അരി നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ സാധാരണഗതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അഥവാ ഇപ്പൊ നമ്മൾ മറ്റുള്ള സിംഗപ്പൂർ അതുപോലെയുള്ള മറ്റേതെങ്കിലും നാടുകളിൽ ഗോതമ്പാണ് അവിടുത്തെ പ്രധാന വിഭവമെങ്കിൽ നമ്മൾ അവിടെയാണുള്ളത്, എന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് ഗോതമ്പായിരിക്കും. നമ്മൾ കഴിക്കുന്നത് അരിയാണെങ്കിലും ആ നാട്ടിലെ സാധാരണഗതിയിലുള്ള ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ കുട്ടികളെടുത്ത്, ചെറിയ കുട്ടികളെടുത്ത് കൊടുത്തയക്കാതിരിക്കുക. അതുപോലെ തന്നെ കൊടുക്കുന്ന സമയത്ത് അവകാശിയാണോ എന്ന് നന്നായി പരിശോധിക്കുക. മറ്റാരുടെയെങ്കിലും അടുത്ത് കൊടുത്തയക്കുന്നതാണെങ്കിൽ അത് അവിടെ എത്തിയെന്ന് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഉത്തമമായ സമയത്ത് തന്നെ പെരുന്നാൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത് വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. തൂക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 3 കിലോ പരിപൂർണമായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മുദ്ദുപാത്രത്തിലാണെങ്കിൽ തന്നെ കുറച്ചിങ്ങനെ കൂനയായി നിൽക്കുന്ന രൂപത്തിൽ വടിച്ചെടുക്കുമ്പോൾ കൊഴിഞ്ഞു പോകാതെ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നീ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണാർത്ഥത്തിൽ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തു വീട്ടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.